വെൽക്കം ടു IPL ന്യൂസ്. ഇന്നലെ നടന്ന മുംബൈ ഗുജറാത്ത് മത്സരം അവസാന ബോൾ വരെ വിജയം ആർക്കാകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു മത്സരമായിരുന്നു. ടോസ് നേടിയ ഗുജറാത്ത് മുംബൈയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. സിറാജിന്റെ ആദ്യ ഓവറിൽ തന്നെ റിക്കിൾട്ടൺ പുറത്തായി. കഴിഞ്ഞ എല്ലാ മാച്ചുകളിലും മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന രോഹിത് ശർമ്മ മൂന്നാമത്തെ ഓവറിൽ അർഷാദിന്റെ ബോളിൽ 7 റൺസിന് പുറത്തായി. സൂര്യകുമാറും ജാക്സും നടത്തിയ പാർട്ണർഷിപ്പിൽ മുംബൈ മുന്നോട്ട് നയിച്ചു. ഇതിനിടയിൽ 3 ക്യാച്ചുകളാണ് ഗുജറാത്ത് ഫീൽഡർമാർ നഷ്ടപ്പെടുത്തിയത്. 35 റൺസിൽ സൂര്യകുമാർ പുറത്തായി. ഹാഫ് സെഞ്ചുറി നേടി ജാക്സും പിന്നാലെ പുറത്തായി. ഹാർദിക് 1 റൺസിലും തിലക് 7 റൺസിലും ഒപ്പം നിന്ന നമീന്ദറും 7 റൺസിൽ പുറത്തായി. മുംബൈ ഇന്നിംഗ്സ് 155 ഒതുങ്ങി. മുംബൈക്ക് പൊരുതാവുന്ന ഒരു സ്കോർ തന്നെയാണിത്. കാരണം അവരുടെ ബോളിംഗ് അത്ര മികച്ചതാണ്. ബുംറ, ബോൾട്ട്, ദീപക് ചഹർ. എന്നാൽ സെക്കൻഡ് ഇന്നിംഗ്സ് തുടങ്ങുമ്പോഴേ ഒരു മഴയുടെ സാധ്യത ഉണ്ടായിരുന്നു. ബോൾട്ടിന്റെ ഓവറിൽ സായ് സുദർശൻ ആദ്യമേ പുറത്തായി. പിന്നാലെ വന്ന ജോസ് ബട്ട്ലറും ഗില്ലും കൂടെ 50 റൺസ് പാർട്ണർഷിപ്പ് ചേർത്തു. ഇതിനിടയ്ക്ക് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ഓവറിൽ 19 റൺസ്, 2 നോട്ട് ബോളും 1 വൈഡും ഉൾപ്പെടെ ഗുജറാത്ത് അടിച്ചെടുത്തു. 30 എടുത്ത് ബട്ട്ലർ പുറത്തായതിനു ശേഷം ഇമ്പാക്ട് പ്ലെയറായി വന്ന റൂദർഫോർഡ് ഗംഭീരമായി തകർത്തടിച്ചു. 14 ഓവറിൽ മഴ കാരണം കളി നിർത്തിവെക്കേണ്ടി വന്നു. ഡഗ്ലസ് ലൂയിസ് നിയമപ്രകാരം ആ സമയത്തെ വിജയികൾ ഗുജറാത്ത് ആയിരുന്നു. എന്നാൽ വീണ്ടും കളി പുനരാരംഭിച്ച കളിയിൽ ബുംറയുടെ ഓവറിൽ ഗില്ലിന്റെ സ്റ്റെമ്പ് തെറിച്ചു. കളി മുംബൈക്ക് അനുകൂലമായി മാറാൻ തുടങ്ങി. പിന്നാലെ റൂദർഫോർഡും ഔട്ടായി. ഷാറുഖ് ഖാനും പുറത്തായി. എല്ലാം കൊണ്ടും കളി മുംബൈയുടെ ഭാഗത്തായിരുന്നു. 12 ബോളിൽ 24 റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. കളി നിർത്തിവെച്ചു. ഇനി കളി പുനരാരംഭിക്കാൻ സാധിക്കുമോ എന്ന് സംശയം ഉണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ ഒരു ഓവറിൽ 15 റൺസ് എന്ന ടാർഗറ്റിൽ കളി പുനരാരംഭിച്ചു. ബൗൾ ചെയ്യാൻ എത്തിയത് ദീപക് ചഹർ ആയിരുന്നു. ക്രീസിൽ ഉണ്ടായിരുന്നത് അശാങ്ക് ഖാൻ ആയിരുന്നു. ആ ഓവറിൽ ഒരു നോ ബോൾ അടക്കം എറിഞ്ഞ ദീപക് ചഹർ ഒടുവിൽ 1 ബോളിൽ 1 റൺസ് എന്ന നിലയിലെത്തി. ഒരു റൺഔട്ട് സാധ്യത കിട്ടിയിട്ടും അത് മുംബൈക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ ഗുജറാത്ത് വിജയിച്ചു. ഈ മാച്ചിൽ മഴയാണ് കളിയുടെ ഗതി തിരിച്ചുവിട്ടതെന്ന് പറയാം. ഗുജറാത്ത് ഈ വിജയത്തോടു കൂടി 1ാം സ്ഥാനത്തെത്തി. മുംബൈ 4ാം സ്ഥാനത്തും. ഇന്നത്തെ IPL-ൽ കൊൽക്കത്ത ചെന്നൈ മത്സരമാണ് നടക്കുന്നത്. ഒരു വിജയമെങ്കിലും നേടി ആരാധകർക്ക് അല്പം സമാധാനം നൽകാം എന്നല്ലാണ്ട് മറ്റൊന്നും ചെന്നൈക്ക് ചെയ്യാനില്ല. എന്നാൽ കൊൽക്കത്ത ഒരു പരാജയം നേരിട്ടാൽ അവരുടെ പ്ലേ ഓഫ് സാധ്യത തന്നെ അവസാനിച്ചേക്കാം. ഇതിൽ ആര് വിജയിക്കും എന്നാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കും.